തിരിച്ചടിയായി ആരോഗ്യ മേഖലയിലും വൻ അഴിച്ചുപണിയുമായി കേന്ദ്രം. തൊഴിലുറപ്പ് പദ്ധതിക്ക് പിന്നാലെയാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിലും വലിയ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. കരാർ ജീവനക്കാരുടെ എണ്ണം കുറച്ച് സ്ഥിരം ജീവനക്കാരുടെ ശമ്പള ബാധ്യത സംസ്ഥാനങ്ങളെ ഏൽപ്പിക്കാനാണ് നീക്കം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറിയും NHM മിഷൻ ഡയറക്ടറുമായ ആരാധന പട്നായിക് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ച കത്തിലാണ് ഈ സൂചനയുള്ളത്. നിർദ്ദേശം നടപ്പായാൽ ആരോഗ്യ മേഖലയ്ക്കായി സംസ്ഥാനം കൂടുതൽ തുക ബജറ്റിൽ നീക്കിവെക്കേണ്ടി വരും. NHM വഴിയുള്ള കേന്ദ്ര ഫണ്ടിന്റെ പകുതിയിലധികവും ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാനാണ് വിനിയോഗിക്കുന്നത്. ഇതുമൂലം ആരോഗ്യ മേഖലയിലെ പദ്ധതികൾക്ക് പണമില്ലാത്ത സ്ഥിതിയാണ്. ഭരണപരമായ ചെലവ് ചുരുക്കലിലൂടെ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാക്കാനാകൂവെന്നാണ് കേന്ദ്ര നിലപാട്. ചെലവ് ചുരുക്കലിന് ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ജീവനക്കാരുടെ ഘടന പുനഃക്രമീകരിക്കും. പുതിയ നിയമനം ഉണ്ടാകില്ല. സമാന സ്വഭാവത്തിലുള്ള തസ്തികകൾ ലയിപ്പിക്കും. കഴിവും വിദ്യാഭ്യാസ യോഗ്യതയും അടിസ്ഥാനമാക്കി നിലവിലുള്ളവരെ പുനർവിന്യസിക്കും. വിലയിരുത്തലിൽ കഴിവില്ലാത്തവർ പുറത്താകുമെന്ന സൂചനയും കേന്ദ്രം നൽകുന്നു. സ്ഥിര നിയമനം പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശവുമുണ്ട്. സാമ്പത്തിക ബാധ്യത കൂടുതലായി സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഏൽപ്പിക്കാൻ ലക്ഷ്യമിട്ടാണിത്. നിലവിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ ഉൾപ്പെടെയുള്ള ഉന്നത തസ്തികകളിൽ മാത്രമാണ് സ്ഥിര നിയമനം. DPMന്റെ ശമ്പളം നിലവിൽ NHMൽ നിന്നാണ്. ഇവർക്കുള്ള ശമ്പളവും ഭാവിയിൽ സംസ്ഥാനം കണ്ടെത്തണം. 5416 ആരോഗ്യ ഉപകേന്ദ്രങ്ങളടക്കം 6770 ആരോഗ്യ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ഇവിടെല്ലാം കൂടി 15000-ലേറെ NHM ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഡോക്ടർ, നഴ്സ്, PRO, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ്, കൗൺസിലർമാർ എന്നിവരുൾപ്പെടെയാണിത്. 28000 ആശമാരുണ്ട്. താൽക്കാലികക്കാരുടെ എണ്ണം കുറച്ചാൽ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വൻ തിരിച്ചടിയാകും. നിലവിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സ്ഥിരം തസ്തികകൾ ആളില്ലാതെ വരുമ്പോൾ NHMൽ നിന്ന് താൽക്കാലികമായി നിയമിക്കുകയാണ് പതിവ്.